ഏതാണ്ട് കോൺഗ്രസിൻ്റെ രണ്ടാം ഘട്ട പട്ടിക, അതായത് അവശേഷിക്കുന്ന 40 മണ്ഡലങ്ങളിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പട്ടിക നിർഭൻ നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോഴും പുറത്തു വന്നിട്ടില്ലല്ലോ നിർഭൻ. ഇതിൽ കെ സുധാകരൻ്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് പ്രചരിച്ചതൊക്കെ തൽപര കക്ഷികൾ മാധ്യമങ്ങളിലേക്ക് കൊടുത്ത കുറേ വിവരങ്ങൾക്കപ്പുറത്തേക്ക് അതിലൊന്നും ഒരു കഥയും ഉണ്ടായിരുന്നില്ല. ഇതിൽ വ്യക്തതയോടെ വന്നൊരു കാര്യം, ഇപ്പോൾ സുധാകരനോട് അടുത്ത വൃത്തങ്ങൾ എന്നൊക്കെ പറയുന്നതിലെ കോമഡിയാണ് യഥാർത്ഥത്തിൽ ഈ വൈകുന്നേരം വെളിപ്പെടുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരല്പം ഒരു ചാനൽ കൊടുക്കുന്നത് കണ്ട് അല്പസമയത്തിനകം കെ സുധാകരൻ പ്രവർത്തക സമിതി അംഗത്വം രാജിവെക്കാൻ പോകുന്നു എന്ന തരത്തിലേക്കൊക്കെ 7 മണിക്ക് ശേഷം പറയുന്നത് കേട്ടു. ഇപ്പം ഞാൻ പറഞ്ഞത്, ഇതിൽ പട്ടിക വന്നിട്ടില്ല. കെ സുധാകരൻ അല്പം മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞതാണ് അതിലെ ശരിയായ വസ്തുത. അദ്ദേഹം തന്നെ അഡ്മിറ്റ് ചെയ്യല്ലേ, അദ്ദേഹത്തിന് സീറ്റില്ല, പാർട്ടി വിട്ട് പുറത്തു പോകും എന്ന തരത്തിൽ പ്രചരിപ്പിച്ചതൊക്കെ വസ്തുതാപരമല്ല എന്നതാണ് ഏതാണ്ട് വ്യക്തതയോടെ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഇക്കാര്യത്തിലെ യാഥാർത്ഥ്യം എന്ന് പറയാവുന്നത്. നൃപൻ, ശരത്ത്, ആകാംക്ഷാഭരിതമായ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ കുറച്ച് സംഘർഷഭരിതമായ അന്തരീക്ഷത്തിന് താൽക്കാലികമായി അയവ് വന്നിട്ടുണ്ട് എന്ന കാര്യം ശരത്ത് പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സുധാകരൻ ഇറങ്ങി പറഞ്ഞത് തനിക്ക് ആൾക്കാരുണ്ട്, താനിപ്പോൾ പാർട്ടി സീറ്റ് തന്നാൽ താൻ മത്സരിക്കുമെന്ന കാര്യം ആവർത്തിക്കുന്നുണ്ട്. ആ സമ്മർദ്ദത്തിൻ്റെ മറുവശത്ത് കെ സുധാകരൻ ഉണ്ടായിരുന്നു എന്ന കാര്യം വസ്തുതയാണ്. പക്ഷേ മാധ്യമങ്ങൾ ചമച്ച വാർത്തകൾക്ക് പിന്നിൽ അതേ അർത്ഥത്തിൽ സുധാകരൻ അത്രയേറെ പ്രകോപിതനായിരുന്നു എന്ന കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ മറുപടിയിൽ നമ്മൾ കേൾക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിൽ അത് വ്യക്തമാകുന്നില്ല. ഒപ്പം തന്നെ അദ്ദേഹം MP സ്ഥാനം രാജിവെക്കാൻ പോവുകയാണ്. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തക സമിതി അംഗം രാജിവെച്ച് അദ്ദേഹം പ്രഖ്യാപിക്കും. മാത്രമല്ല, അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കുകയും ഒപ്പം തന്നെ അദ്ദേഹത്തിന് സ്വാധീനമുള്ള 28 മണ്ഡലങ്ങളുടെ പട്ടിക പുറത്തുവിട്ടു എന്നൊരു പ്രമുഖ ചാനൽ അതിൻ്റെ അവതാരകനും അതിൻ്റെ റിപ്പോർട്ടറും കൂടി റിപ്പോർട്ട് ചെയ്യുന്നതും അങ്ങനെ ആകാംക്ഷാഭരിതമായ അന്തരീക്ഷങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ പിരിമുറക്കമുള്ളൊരു അന്തരീക്ഷമായിരുന്നു കഴിഞ്ഞ മണിക്കൂറിൽ കടന്നുപോയത്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ശരത്ത്, ഒരു പാർട്ടിയുടെ ഒരു മുന്നണിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് മുൻ KPCC അധ്യക്ഷൻ, നിലവിലെ സിറ്റിംഗ് MP തന്നെ കോൺഗ്രസിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് സമ്മർദ്ദപ്പെടുത്തുകയും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഇലക്ഷൻ കമ്മീഷൻ നടത്തിയ ശേഷം 4 പകലുകളും 4 രാത്രികളും പൂർത്തിയായിട്ടും അത് പ്രഖ്യാപിക്കാൻ കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പിന് കഴിയാതെ സമ്മർദ്ദത്തിൻ്റെ വിരൽത്തുമ്പിൽ മുൾമുനയിൽ നിർത്താൻ കെ സുധാകരൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസിൻ്റെയും മുന്നണിയുടെയും സമ്പൂർണ്ണമായ പരാജയമാണ്. അവസാനം സുധാകരൻ വഴങ്ങി എന്ന വാക്ക് അദ്ദേഹം ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് എല്ലായിടത്തും ആൾക്കാരുണ്ട്, തനിക്ക് സീറ്റ് കിട്ടുകയാണെങ്കിൽ താൻ മത്സരിക്കും എന്ന കാര്യം പറയുന്നത് സുധാകരന് മത്സരിക്കുക എന്ന കാര്യം സുധാകരൻ്റെ താല്പര്യമായിരുന്നു. ആ താല്പര്യത്തിൻ്റെ മുൾമുനയിൽ കോൺഗ്രസ് പാർട്ടിയെ, കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തെ, കേരളത്തെ ഘടകത്തെ, UDF-നെ വെല്ലുവിളിച്ച് സുധാകരന് ഇത്ര സമയം തുടരാൻ കഴിഞ്ഞു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് അതിശോക്തികരമായ വാർത്തകൾ മാധ്യമങ്ങൾ റിലവൻ്റായ സോഴ്സിൽ നിന്ന് എന്ന തരത്തിൽ നിരന്തരം കൊടുത്തുകൊണ്ടിരുന്നു. അതിൻ്റെ ഒരു എക്സ്ട്രീം ലെവലാണ് കഴിഞ്ഞ 15 മിനിറ്റ്, ഏകദേശം അരമണിക്കൂർ സമയം കൊണ്ട് കണ്ടത്. അതിൽ 28 സ്ഥലങ്ങളിൽ സുധാകരൻ, അതായത് കണ്ണൂരിൽ തുടങ്ങി പാറശാല വരെയുള്ള മണ്ഡലങ്ങളിൽ 28 മണ്ഡലങ്ങളുടെ പേര് വിവരം പറയുന്നത് കേട്ടു. തുടർന്ന് വലിയ പ്രകടനമുണ്ടാകും, പ്രതിഷേധ പ്രകടനം ഉണ്ടാകും. കണ്ണൂരിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധമുണ്ടാകും. എയർപോർട്ടിൽ എനിക്ക് തോന്നുന്നു സീറ്റും കിട്ടാതെ വിഷമിച്ചിരിക്കുന്ന കെ സുധാകരനെ യഥാർത്ഥത്തിൽ ഭയപ്പെടുത്തിയത് കേരളത്തിലെ വാർത്താ ചാനലുകളായിരിക്കണം. ഇങ്ങനെയൊക്കെ എഴുതി കാട്ടുന്നതൊക്കെ ദില്ലിയിലിരുന്ന് അദ്ദേഹം കാണുന്നുണ്ടാവുമല്ലോ, അദ്ദേഹം തന്നെ ഭയന്ന് പോയിട്ടുണ്ടാകും. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോകുന്നു എന്നാണോ ഇവർ നാട്ടുകാരോട് വിളിച്ചു പറയുന്നുള്ള രീതിയിൽ കെ സുധാകരനെ പോലും ഭയപ്പെടുത്തുന്ന വിധത്തിലായിരിക്കും ന്യൂസ് ചാനലുകൾ ഇതുമായി ബന്ധപ്പെട്ട ഊഹാപോഹങ്ങൾ പ്രചരിപ്പിച്ചത്. ശരത്ത്, ഈ കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം KPCC അധ്യക്ഷ പദവി ഒഴിയുമ്പോൾ അദ്ദേഹത്തിനോട് ഉറപ്പാണ്, അതൊക്കെ വസ്തുതയാണ്. അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹിച്ചിരുന്നു. മണ്ഡലത്തിൽ മനസ്സൊരുക്കി അദ്ദേഹം കാത്തിരുന്നു. അതിനനുസരിച്ചുള്ള ചർച്ചകൾ നടത്തി. സുധാകരൻ വിശ്വസിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് സീറ്റ് ലഭിക്കാതെ വന്നപ്പോൾ ബാക്കിയുള്ള അതിശോക്തികരമായ ചർച്ചകളിലേക്ക് സുധാകരൻ്റെ കൂടെ നിൽക്കുന്നവർ കൊണ്ടുപോയി എന്ന കാര്യം വസ്തുതയാണ്. അത് തൊണ്ടവിടാതെ വിഴുങ്ങുകയും അതുപോലെ റിപ്പോർട്ട് ചെയ്യുകയും കുറച്ചുകൂടി കടത്തി മാധ്യമങ്ങൾ തമ്മിലുള്ള പരസ്പര മത്സരത്തിൻ്റെ കഥ ഇപ്പോൾ ജനങ്ങൾ തന്നെ വിലയിരുത്തുകയാണല്ലോ, സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമാണ്. അത് കുറച്ചുകൂടി അതിശോക്തിപരമായി അതിനെ വലിയ തരത്തിൽ ആകാംക്ഷഭരിതമായി അതിനെ കൂടുതൽ പൊലിപ്പിച്ചും കൂടുതൽ നിറം കലർത്തിയും ഒക്കെ റിപ്പോർട്ട് ചെയ്തിരുന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ നമ്മൾ സുധാകരൻ്റെ ഇതിൻ്റെ പ്രതികരണത്തിൽ ഇത് അവസാനിക്കുന്നില്ല. കാരണം സുധാകരൻ പറഞ്ഞ പാർട്ടിക്കുള്ളിൽ നിന്ന് അത് കുറെ കൂടി മറ്റ് നേതാക്കൾ VD സതീശനും കൂട്ടരും കൂടുതലായി ശ്രദ്ധിക്കേണ്ടി വരും. പാർട്ടിക്കുള്ളിൽ തന്നെ തുടരാൻ കെ സുധാകരൻ തീരുമാനിക്കുന്നു. കെ സുധാകരൻ അത് തുറന്നു പറയുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് അദ്ദേഹത്തെ സംബന്ധിച്ച് ജീവിതത്തിൽ
മറക്കാനാവാത്ത ഒരു തിരിച്ചടിയുടെ സ്വന്തം പാർട്ടി ലീഡർഷിപ്പ് കൃത്യമായി അദ്ദേഹത്തെ മുൻപ് കൊടുത്ത ഉറപ്പിനപ്പുറത്തേക്ക് പോയി അദ്ദേഹത്തെ വലിയ തോതിൽ അവഗണിച്ചു എന്നൊരു ഫീൽ അദ്ദേഹത്തിനുണ്ട്. മുമ്പ് പറഞ്ഞതുപോലെ താഴെത്തട്ടിലേക്ക് സ്വാധീനമുണ്ട്, പ്രവർത്തകരുണ്ട്. പല ജില്ലകളിലുമൊക്കെ ഇന്ന് രാജ്യസന്നദ്ധതയോടെ ജില്ലാ ലീഡർഷിപ്പിൽ നിന്നൊക്കെ DCCകളിൽ നിന്നൊക്കെ വരുന്നതൊക്കെ നമ്മൾ വാർത്തയിൽ കണ്ടതാണ്. കണ്ണൂരിലേക്ക് പോയാലും പ്രത്യേകിച്ച് അവിടെ അനുയായികൾ വളരെ സജീവമായി DC ഓഫീസിലേക്കൊക്കെ മോഹനൻ ഗ്രൂപ്പുമായിട്ടൊക്കെ അവരുടെ ആളുകളുമായിട്ട് പക്ഷവുമായിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റം നടക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ സുധാകരൻ്റെ ഇപ്പോഴത്തെ ഈ പിന്മാറ്റവും അത് രാഷ്ട്രീയമായി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വളരെ ശ്രദ്ധയോടെ കാണേണ്ടത് കൂടിയാണ് എന്നാണോ നിർഭൻ പറഞ്ഞു വെക്കുന്നത്? തീർച്ചയായും. കാരണം അവഗണിക്കപ്പെട്ട കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം പകരം ഒരു സ്ഥാനാർത്ഥി കണ്ണൂരിൽ വരികയും അതെങ്ങനെയാണ് കെ സുധാകരൻ ഏറ്റെടുക്കുകയും മാത്രമല്ല സുധാകരനെ വിശ്വസിച്ച് കഴിഞ്ഞിരുന്ന അനുകൂലികളെ സംബന്ധിച്ച് അതുണ്ടാക്കുന്ന മുറിവും ഒപ്പം തന്നെ ശരത്ത് കൂട്ടിച്ചേർക്കാനുള്ള ഇത്രയും ദിവസം ഉണ്ടാക്കിയ കോൺഗ്രസിനുള്ള പരിക്ക്, ഇത്രയും 4 ദിവസക്കാലം ഒരു വിഷയത്തിൽ തട്ടി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണ്ണയം പ്രഖ്യാപിക്കാതെ അത് ഘടകകക്ഷികൾക്കുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങൾ മറ്റ് ഘടകകക്ഷികളെ കൂടി ബാധിക്കുക, ഇപ്പോഴും തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കോൺഗ്രസിന് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ. നാളെ ഇനിയിപ്പോൾ അവധിയാണ്. അത് കഴിഞ്ഞ് എത്ര ഞായറാഴ്ച അവധികളാണ് ഇനി കിട്ടുക? ഇനി കൃത്യമായി 20 ദിവസം മാത്രം ഇത് അവശേഷിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട ദിനങ്ങൾ അവർക്ക് നഷ്ടപ്പെട്ടു പോയി. LDFനെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിൽ പ്രഖ്യാപനത്തിൽ തന്നെ സ്റ്റാർട്ട് ചെയ്ത് റോഡ് ഷോയിലേക്ക് പോയി അത് മുന്നേറ്റമായി മാറുകയും ഒപ്പം തന്നെ കൺവെൻഷനിലേക്ക് കടന്ന് സ്ഥാനാർത്ഥി പരിഗണനത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ തിരിച്ചു പിടിക്കുക വലിയ പാടാണ്. VD സതീശൻ തന്നെ മുമ്പ് പഴയൊരു വിവാദമായപ്പോൾ ഇപ്പോഴൊരു സോഷ്യൽ മീഡിയ ക്ലിപ്പുണ്ട്. വലിയ ചർച്ചകൾ നടന്നു അവസാനം ആ പദവി അദ്ദേഹത്തിന് കൊടുത്തു. പക്ഷേ ആ ചർച്ചകളിലുണ്ടായ പരിക്ക് ആ കോൺഗ്രസിന് വലിയ ആഘാതമുണ്ടായി. പക്ഷേ ഇതും അതുപോലെയല്ലേ? കാരണം ഇത്രയും ദിവസം നിരന്തരമായി ചർച്ച ചെയ്ത് കോൺഗ്രസിൻ്റെ അണികൾക്കുണ്ടായ നിരാശ മാത്രമല്ല സ്ഥാനാർത്ഥി പട്ടിക വൈകിപ്പിച്ച് ഇപ്പോഴും 2ാം ഘട്ടം പുറത്തു വന്നിട്ടില്ല സ്ഥാനാർത്ഥി പട്ടിക. അതുകൊണ്ട് അതുണ്ടാക്കിയ പരിക്കിൽ നിന്ന് കെ സുധാകരൻ ഉണ്ടാക്കിയ ആഘാതത്തിൽ നിന്ന് അദ്ദേഹത്തിന് അവഗണിക്കുമ്പോഴും ഇനി തുടർന്നുണ്ടാകുന്ന സുധാകരൻ്റെ രീതി ചിലപ്പോൾ അദ്ദേഹം സ്വതന്ത്രനായി മത്സരിച്ചെന്ന് വരില്ല, അദ്ദേഹം വീണ്ടും വെല്ലുവിളിച്ചെന്ന് വരില്ല. പക്ഷേ അദ്ദേഹം നിൽക്കുന്ന കണ്ണൂരിൽ മലബാറിലും തൊട്ടടുത്ത് അദ്ദേഹത്തിൻ്റെ പഴയ സുഹൃത്തായിട്ടുള്ള സന്തക സഹചാരിയായിട്ടുള്ള KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിൻ്റെ പേരാവിലും അദ്ദേഹത്തിന് സ്വാധീനമുള്ള കണ്ണൂരിലെ മണ്ഡലങ്ങളിലൊക്കെ സുധാകരൻ എടുക്കുന്ന സമീപനം നിരാശനായി പോകുന്ന സുധാകരൻ പഴയ കോൺഗ്രസ് തന്നെ വിശേഷിപ്പിക്കുന്ന ഗർജിക്കുന്ന സിംഹത്തെ ഇന്ന് അദ്ദേഹം കാറിലിരുന്ന് കൊടുക്കുന്ന പ്രതികരണത്തിൽ നാം ആരും കണ്ടില്ല. അതുകൊണ്ട് സുധാകരൻ്റെ നീക്കം ഏത് തരത്തിലായിരിക്കും എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ പൊട്ടിത്തെറിക്കുന്നു, പാർട്ടി വിടുന്നു, MP സ്ഥാനം രാജിവെക്കുന്നു, വർക്കിംഗ് കമ്മിറ്റി പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ പോവുകയാണ് എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതുപോലെ ആയിരുന്നില്ല സുധാകരൻ. പക്ഷേ സുധാകരൻ്റെ അടുത്ത നീക്കങ്ങൾ നിർണായകമാണ്. ഇതുവരെ ഉണ്ടാക്കിയ പരിക്കും കോൺഗ്രസിന് വലിയ അപകടമാണ് ഉണ്ടാക്കാൻ പോവുക.